കലാകാരന്മാർക്ക് വേണ്ടി നടത്തിയ വെബിനാറുകളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഡോക്ടർ ഇന്ദുജിയാണ്. ഒരു ഫിലിം ആക്ട്രസ് എന്നതിലുപരി ഒരു അനുഗ്രഹീത നർത്തകി കൂടിയാണ് ഇന്ദുജ എന്ന് എല്ലാവർക്കും അറിയാം. വളരെ ചിരിക്കുന്ന മുഖവും ചിരിയും മാത്രം സമ്മാനിച്ച് എനർജറ്റിക് ആയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി ഇന്ദുജ മേനോനെ ഞാൻ വെൽക്കം സ്പീച്ചിനായി ക്ഷണിക്കുന്നു. വൺ മാൻ എക്സ്പേർട്ട് കമ്മിറ്റി ഡോക്ടർ CV ആനന്ദ ബോസ് IAS നിയമിതനായ ഈ കമ്മീഷൻ കഴിഞ്ഞ 1.5-2 മാസത്തോളമായി വിവിധ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ കലാശ്രേഷ്ഠന്മാരെയും പ്രഗത്ഭരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ വെബിനാറിന്റെ തുടർച്ചയായും അവസാനത്തേതുമായുമാണ് ഇന്ന് നടക്കുന്ന വെബിനാർ. കമ്മീഷന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് COVID-19 മുൻപും പിൻപും കലാ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി പ്രശ്ന പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആരാഞ്ഞ് അത് കലാകാരന്മാരിൽ കലാ സാംസ്കാരിക സംഘടനകളിൽ നിന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഒരു രാജ്യത്തിലെ ജനതയുടെ സംസ്കാരം അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വസിക്കുന്നു എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. സംസ്കാരം, പാരമ്പര്യം, കല എന്നിവ ഇടകലർന്നു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ കലയും കലാകാരന്മാരെയും ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെടണം എന്നാണ് കമ്മീഷന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനാണ് പ്രയത്നിക്കുന്നതും. ഇതിനു മുൻപ് നടന്നിട്ടുള്ള വെബിനാർസ്, മീറ്റിംഗ്സ്, ഡിസ്കഷൻസിലൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളിൽ ചിലത് കലാകാരന്മാർക്ക് ഒരു അഷ്വേർഡ് ബേസിക് ഇൻകം, അതായത് അടിസ്ഥാന വരുമാനം കൊടുക്കേണ്ടതാണെന്നും ആരോഗ്യ സംരക്ഷണം, ഇൻഷുറൻസ് പോലുള്ളത് ഏർപ്പാടാക്കണമെന്നും അതിനൊരു പ്രാരംഭ നടപടിയായി ആർട്ടിസ്റ്റുകളുടെ ഡേറ്റാ ബാങ്ക്, അതിലൂടെ ഒരു UID ഏർപ്പാടാക്കണം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും കലാകാരന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് വാസുദേവ് ബോസ് ആണ്. ഞാൻ കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും. ആൻഡ് എൻ്റെ മദർ ടങ് മലയാളമാണ്. ആൻഡ് ഐ ഹോൾഡ് ബോത്ത് ഓഫ് ദീസ് തിങ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. വീട്ടിൽ ഞാൻ അമ്മയച്ഛനടുത്ത് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ 6ാം ക്ലാസ് തൊട്ട് ഞാൻ ഡൽഹിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫോർമൽ ഡിസ്കഷന് വേണ്ടി ചിലപ്പം എൻ്റെ മലയാളം വൊക്കാബുലറി അത്രയും സ്ട്രോങ് അല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യാൻ പോവുകയാണ് വിത്ത് എവരിവൺസ് പെർമിഷൻ. I have been studying theatre for the past 3 years in Delhi University. It's been a very eye-opening experience for me, and very fortunately I got the opportunity to go to the Edinburgh Fringe Festival as a participant, as an actor. It was a very eye-opening experience, and when I went there I saw that artists from very different fields collaborated with each other. It was a very multidisciplinary festival. It wasn't just about theatre or just about film, but I saw photographers collaborating with actors to sort of bring their photographs to life. I saw many sculptors incorporate sound technicians to make not one complement the other, but one solidified piece. When I came back from the Edinburgh Fringe Festival, I felt very inspired because there's a lot of potential for that here as well. Here I usually see that an actor is usually complemented by sound in the background, or light technicians help a performance. But when we take these and make it into one individual performative piece, it can be something very inspiring. So for the past 2 years, I've been thinking of sort of starting something like the Edinburgh Fringe Festival in India. There are many film festivals, many theatre festivals, but one festival where there are artists, sculptors, painters, photographers, just a cultural hub. I think what that would do is, rather than only attracting art enthusiasts, we could attract the public and convert them into art enthusiasts, which for me as an aspiring actor would be a dream come true, rather than appealing only to a niche. Also, I would suggest that we work towards changing the perception of theatre in our country. I think there's immense potential, but there is a lack of understanding, a lack of infrastructure, and a lack of funding for theatre in general. Thank you for inviting me.
ഈ വെബിനാറിന്റെ മുഖ്യ ശില്പിയായ ഡോക്ടർ ഇന്ദുജ മേനൻ, ഇതിന്റെ സൂത്രധാര ദീപ സാജു, ഇതിന്റെ കോർഡിനേറ്റർ വസുദേവ് ബോസ്, ഇതിൽ പങ്കെടുക്കുന്ന കലാരംഗത്തെ പ്രഗത്ഭരായ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഞാൻ നിർവഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ വകുപ്പിലെ വൺമാൻ കമ്മീഷൻ എന്ന നിലയിൽ കോവിഡാനന്തര ഭാരതത്തിൽ എങ്ങനെ പുനഃക്രമീകരണം നടത്താം വിശേഷ തൊഴിൽ മേഖലയിൽ എന്നതാണ് എന്നെ നിക്ഷിപ്തമായിട്ടുള്ള ഔദ്യോഗികമായ ചുമതല. എന്നാൽ തൊഴിൽ രംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 45 കോടിയോളം ജനങ്ങളാണുള്ളത്. 45 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 20 യൂറോപ്യൻ രാജ്യങ്ങളുടെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ഇത്രയധികം ആളുകൾക്ക് വേണ്ടി ഏത് പുനഃക്രമീകരണം നടത്തിയാലും അതിന്റെ രംഗമധ്യത്ത് കലാകാരന്മാർ കൂടിയേ കഴിയും. ആ ഒരു ബോധ്യത്തിലാണ് ഇങ്ങനെ വെബിനാറുകൾ കലാകാരന്മാരുമായി സംഘടിപ്പിക്കുന്നത്. ഇത് 4ാമത്തെ വെബിനാറാണ്. ഇത് സംഘടിപ്പിച്ചതിൽ വിന്ദുജിക്ക് പ്രത്യേകം നന്ദി, ദീപയ്ക്ക് പ്രത്യേകം നന്ദി. ഇവിടെ വന്നിരിക്കുന്ന കലാവിഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫോക്ലോർ അക്കാദമി അതിന്റെ ചെയർമാൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപ ഇസ് ഹിയർ? ഫോക്ലോർ അക്കാദമി ചെയർമാൻ. അതുപോലെ സീരിയൽ രംഗത്തെ നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, സിനിമാ രംഗത്തെ നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇവിടെ ശ്രീ KS ചിത്രയെ പോലുള്ള സംഗീത രംഗത്തെ പ്രഗത്ഭർ, ഇവരൊക്കെ സമ്മേളിച്ചിട്ടുണ്ട്. ഈ ഫോക്ലോർ വേണം ഇതിൽ എന്ന് പറയാൻ കാരണം, ഒരു സംസ്കാരത്തിന്റെ കണ്ണാടിയാണ് നാടൻ കലകളും നാടോടി പാട്ടുകളും ഒക്കെ. അപ്പോൾ ഫോക്ലോറിനെ മാറ്റി നിർത്തിക്കൊണ്ട് കലയെക്കുറിച്ച് പൂർണ്ണമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയില്ല. ഒരു ചെറിയ കാര്യം ഓർത്തു പോവുകയാണ്. UN-ന്റെ പാർപ്പിട വിഭാഗമായ ഹാബിറ്റാറ്റ്, അതിന്റെ ഭരണസമിതിയിൽ ഞാൻ അംഗമാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നൈറോബിയാണ്. അവിടെ മസായിമാര എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളാണ്. അവരുടെ ജീവിത രീതി പഠിക്കാൻ പോയപ്പോൾ അവർ കാണിച്ചു തന്ന ഒരു നാടോടി നൃത്തകലയുണ്ട്. നൃത്തം മാത്രമല്ല, അത് നൃത്തമുണ്ട്, സംഗീതമുണ്ട്, അഭിനയമുണ്ട്. വളരെ മനോഹരമായ ഒരു കലാരൂപമാണ്. അതിലവർ കാണിച്ചത് ഈ യോറുബ വംശത്തിനിടയിൽ ഒരു നാടോടി കഥയുണ്ട്. സത്യവും അസത്യവും സഹോദരന്മാരാണ്. ഒരിക്കൽ അസത്യം സത്യത്തോട് പറഞ്ഞു, നമുക്ക് 6 നീന്തിക്കിടക്കാം. ഒരു സൗഹൃദ മത്സരം. സത്യം സമ്മതിച്ചു. ആറ്റുതീരത്തെത്തി. സത്യം വസ്ത്രം അഴിച്ചു മാറ്റി 6ലേക്ക് എടുത്തിയാടി നീന്താൻ നോക്കി. അസത്യമാവട്ടെ ഈ സമയത്ത് സത്യത്തിന്റെ വസ്ത്രം, ഉടയാടുകൾ അണിഞ്ഞുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. സത്യത്തിന്റെ ഉടയാടുകൾ അണിഞ്ഞു വരുന്ന അസത്യത്തെ കണ്ടപ്പോൾ ജനങ്ങൾ ഇതാണ് സത്യം, ഇതാണ് സത്യം എന്നതിൽ പ്രകീർത്തിച്ചു, സത്യത്തെ സ്വീകരിച്ചു, ആദരിച്ചു. സത്യത്തിന്റെ വേഷമിട്ട് വന്ന അസത്യത്തെ. ഇതിനിടയിൽ സത്യം നീന്തൽ കഴിഞ്ഞു വന്നു, തന്റെ വേഷം കാണുന്നില്ല. അവിടെ ആകെയുള്ളത് അസത്യത്തിന്റെ വസ്ത്രമാണ്. അതെനിക്ക് ഏതായാലും വേണ്ട. സത്യം വിവസ്ത്രനായി പട്ടണത്തിലേക്ക് നടന്നു. അങ്ങനെയാണ് ഈ നഗ്നസത്യം എന്നുള്ള സങ്കല്പം വന്നത് എന്നാണ് യോറുബ വംശജർ പറയുന്നത്. ജനങ്ങൾ സത്യത്തെ കൂകി വിളിച്ചു, നഗ്നസത്യത്തെ കൂകി വിളിച്ചു. പിന്നീട് അവർക്ക് മനസ്സിലായി സത്യത്തിന്റെ മൂടുപടം ഇട്ടുവരുന്ന അസത്യമല്ല സത്യമെന്ന്. എത്ര മഹത്തായ ഒരു യാഥാർത്ഥ്യമാണ് ഈ നാടൻ കലയിലൂടെ മസായിമാരെ കാട്ടിൽ അവതരിക്കപ്പെട്ടത്. തെളിയണം, ദേശം തെളിയണം, ദേശത്താൽ 5 ഈശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞ് ഈ മാരണം തെളിയണം എന്ന് പഴമക്കാർ പകർന്നു വന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ ദിക്കും ദേശവും നമുക്ക് നഷ്ടപ്പെട്ടു, നാടും നഗരവും നമുക്ക് നഷ്ടപ്പെട്ടു, മണ്ണും മായവും നഷ്ടപ്പെട്ടു, ആ പഞ്ചഭൂതങ്ങളെയും നാം കൈവിട്ടു. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കലയെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച്, കലാ സാംസ്കാരിക രംഗത്ത് നമുക്ക് വന്നു കൂടിയിരിക്കുന്ന മൂല്യച്യുതിയെ കുറിച്ചും
അവിടെ അതിൻ്റെ പുനർനിർമ്മിതിയെ പറ്റിയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് അവിടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ COVID-19 എന്ന ഈ മഹാമാരി ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 80 മുതൽ 85% വരെ സാമ്പത്തിക ഭദ്രത തീരെ കുറഞ്ഞ സാധാരണ കലാകാരന്മാരുടെ ജീവിതം, അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ അടുത്ത ഒരു വർഷത്തേക്കും കൂടെ മിക്കവാറും ഇത് നീണ്ടു പോകുമെന്ന് അറിയുന്നു. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത 17ഓളം വൈറസുകൾ ബാറ്റിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താവുന്നവ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ എല്ലാവരുടെയും നമ്മുടെ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ മറ്റു രാജ്യങ്ങളിൽ കാണുന്ന പോലെ കലാകാരന്മാർക്ക് അവരുടെ ഒഴിവ് സമയങ്ങളിൽ മറ്റൊരു സ്ഥിര വരുമാനം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം മനസ്സിലാക്കി അതിനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്നാണ്. അതായത് വീടുകളിൽ ചെയ്യാവുന്ന ചെറുകിട വ്യവസായങ്ങളോ യൂണിറ്റുകൾ, ചെറിയ തോതിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന, റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങാനും ഒക്കെ അവർക്കൊരു പ്രചോദനം കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് സീസണിൽ മാത്രമാണ് അവർക്ക് വരുമാനം ഉള്ളത്. അപ്പൊ കിട്ടുന്ന വരുമാനം വെച്ച് ബാക്കിയുള്ള കാലം മുഴുവൻ അവരെ തള്ളി നീക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന പതിവ്. ഇപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ, ഇപ്പൊ പ്രകൃതി ദുരന്തം, അതുപോലെ മഹാമാരി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവരുടെ ജീവിതം വളരെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെ ആവുകയാണ്. അപ്പൊ ഇതിന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും പരിഗണനയും സപ്പോർട്ടും ഉറപ്പാക്കണം എന്നുള്ളതാണ്. സർക്കാർ നിർദ്ദേശിച്ച പല പാക്കേജസിലും ആനുകൂല്യങ്ങളും കലാകാരന്മാർക്കുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ഇത് ആരിലേക്ക് എത്തിക്കണം എന്നുള്ളത് അറിഞ്ഞുകൂടാതെ സർക്കാരും എങ്ങനെ പോയി ഇത് വാങ്ങിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി വാങ്ങിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ, ഞാൻ എങ്ങനെ കലാകാരനാണെന്ന് തെളിയിക്കും എന്നറിഞ്ഞുകൂടാതെ നിൽക്കുന്ന പാവപ്പെട്ട കലാകാരനും ഒരു രണ്ട് സൈഡിലാക്കി നിൽക്കുമ്പോൾ അതിന്റെ ഈ ഒരു പാക്കേജസിന്റെ പലപ്പോഴും അതൊരു പ്രോപ്പർ എഫിഷ്യന്റ്ലി അത് ഡെലിവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് പലപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആദ്യം പറഞ്ഞ ഈ മൂവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവാണ്. അതേപോലെ ഇങ്ങനെ കലാകാരന്മാർ എന്ന് അവരെ തിരിച്ചറിയിക്കപ്പെടുന്ന വഴി അവര് നിലവിലുള്ള എന്താ പറയാ വെൽഫെയർ സ്കീംസ് ഉണ്ട്, ക്ഷേമനിധി പോലത്തുള്ള കാര്യങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുക. സീനിയർ ആയിട്ടുള്ള കലാകാരന്മാർ ഇപ്പൊ പ്രത്യേകിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 70 വയസ്സായി 92-98 വയസ്സുള്ള ആളുകൾ അമ്മയിലും അംഗങ്ങളാണ്. അവരെ ഒരു പൊതു സ്വത്താണ്. അവരെ നമ്മൾ ഇന്ന് പാർക്കവര് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, സമൂഹത്തിന് വേണ്ട, ടിവിക്കാർക്ക് വേണ്ട, സിനിമയ്ക്ക് വേണ്ട. സിനിമകളെല്ലാം അച്ഛനും അമ്മയില്ലാത്ത സിനിമകളായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മാസത്തിൽ ഒരു സംഖ്യ കിട്ടുക. അമ്മയിൽ നിന്ന് ഞങ്ങൾ ഏകദേശം 140 പേർക്ക് 5000 രൂപ വെച്ച് ആജീവനാന്തം നൽകുന്നുണ്ട്. അതൊക്കെ പുറമെ ഈ കുറെ കടമ്പകൾ ഇല്ലാതെ അവർക്ക് ഒരു സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള ഒരു പദ്ധതി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കലാകാരന്മാർക്ക് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അസുഖം വന്നാൽ, അമ്മയിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ചികിത്സ പൈസ 5 ലക്ഷം രൂപ വരെ ഇപ്പോൾ ഞങ്ങൾക്ക് ചികിത്സിക്കും. പക്ഷെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിന്റെ ഒരു കാർഡുണ്ട് ഞങ്ങൾക്ക്, മഞ്ഞക്കാർഡ്, കണ്ണൂർ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. ഈ കാർഡ് ക്യാൻസർ, കിഡ്നി, ഹാർട്ട്, ഈ 3 കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോവാം. അമ്മയിൽ നിന്നും ആത്മയിൽ നിന്നും ഞങ്ങൾക്ക് ആ കാർഡ് കിട്ടിയിട്ടുണ്ട്. 90% ആൾക്കാരും അത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാർഡുമായിട്ട് നമ്മൾ ചികിത്സയ്ക്ക് ചെന്നാൽ ഇതിന് അപ്പോൾ വാലിഡിറ്റി ഇല്ല. നമ്മൾ പണം അടച്ച് തന്നെ ചികിത്സ നേടണം. ഇതിന് ശേഷം നമ്മൾ വർഷങ്ങളെടുക്കും ഇതിന്റെ ബാലൻസ്, ഈ പൈസ റീഎംബേഴ്സ് കിട്ടാൻ. അത് ഇത്ര കാലാവധി എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കടമായിട്ട് ആരുടെയെങ്കിലും വാങ്ങിച്ച് നമ്മൾ അടച്ചാൽ പോലും ഇത് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും, ഈ പൈസ ഇത്ര നാളുകളിൽ കിട്ടും എന്നൊരു പ്രതീക്ഷ പറയാനോ അല്ലെങ്കിൽ അവരോട് ഒരു വാക്ക് പറയാനോ പറ്റില്ല ആർക്കും. അപ്പൊ ഈ കാർഡ് എത്രയും പെട്ടെന്ന് ഈ കാലഘട്ടത്തിലെങ്കിലും ഈ സമയത്തെങ്കിലും ഞങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. One is that in the film industry, there are very many invisible people who work, who are in fact great contributors, whether it is dancers, whether it is costume assistants,
a lot of women who are really invisible to the industry. These are the people who have faced the most terrible crisis through this period. I mean, everybody is, as everybody has pointed out, there has been a crisis for everybody. Every art form has suffered. But I think the most, it is this invisible lot of people who have actually just no security at all. So I think one good suggestion is, of course, enumeration, that you actually make a data bank, a database, you give UIDs, you give this kind of system where this completely invisible lot of people, especially women, are addressed and therefore given pension schemes, given further, as everybody has suggested, housing schemes and all that. ഫെലോഷിപ്പിനെ പറ്റിയാണ്. അപ്പം ഓൾറെഡി കേരള സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് അത് കൊടുക്കാതെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള പെൻഡിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം GST ആണ്. അതിപ്പം ഒരു കലാകാരനായിക്കോട്ടെ അല്ലെങ്കിൽ അത് ഏത് മേഖലയിലും GST ഒരു ചെറിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പ്രോഗ്രാമുകളും ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കമ്പനികൾ എടുത്ത് നടപ്പാക്കുമ്പോൾ GST പൈസയുടെ ഒരു ലാഭം എന്നുള്ള രീതിയിൽ ചില പ്രോഗ്രാമുകൾ കട്ട് ചെയ്യുകയും ചില ആൾക്കാർക്ക് അവസരങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സിനിമയുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ ക്യാമറ റെന്റ് എടുക്കുമ്പോൾ അതിന്റെ ഒരു റെന്റ് തുകയുടെ 50% അടുത്ത് തന്നെ ഏകദേശം നമുക്ക് GSTയുടെ പേരിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ കലാമേഖലയിൽ GSTക്ക് എന്തെങ്കിലും ഇളവ് വരുത്തുക എന്നുള്ളതാണ്. ആരോഗ്യത്തിന്റെ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു ഇടമായിട്ട് പോലും ഈ സീരിയൽ കലാകാരന്മാർ, അത് അഭിനയിക്കുന്നവർ മാത്രമല്ല തൊഴിലാളികളുമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ലേബർ ലോയുടെ കീഴിൽ വന്നിട്ട് ഇതൊരു സമയം നിശ്ചയിച്ച് 8 മണി മുതൽ 6 മണി വരെ 10 മണിക്കൂർ അല്ലെ 8 മണിക്കൂർ 10 മണിക്കൂർ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണം, ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുവാനായിട്ടാണ് ഈ സ്പേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലരും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അവയർനെസ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. എന്റെ സുഹൃത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഉള്ള പല കാർഡുകളും പല കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ണൂർ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് പോയി തക്ക സമയത്ത് എടുക്കുവാനായിട്ട് ഉള്ള ഒരു അവയർനെസ് പലർക്കും പലപ്പോഴും ഉണ്ടാവുന്നില്ല. രണ്ട്, ഈ നിശ്ചയമില്ലാത്ത നാളെ പണിയുണ്ടോ മറ്റന്നാൾ പണിയുണ്ടോ അടുത്ത മാസം ഒരു പ്രൊജക്ട് ഉണ്ടോ എന്നിങ്ങനെ കാത്തിരിക്കുന്ന സമയങ്ങളിൽ എല്ലാ കലാകാരന്മാർക്കും എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തിക സ്രോതസ് ഉണ്ടാകണം, അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകണം. ബാബു പറഞ്ഞതിന്റെ ഒരു ID കാർഡ് ഉണ്ടാകും. In Kerala, serial industry has started again. In a way, I feel happy for artists, but at the same time, feeling really tensed as we are all working in a dangerous atmosphere where we have absolutely no safety or guarantee that we will not contract COVID. Moreover, none of us are insured against the disease by our producers, channels, or even the government. In an attempt to entertain the TV audience, we are all risking our lives. Next thing is, serial industry is something that gives no assurance to the artists about their job security. We are all known as stars, and literally we are like the real stars, where we shine for some time and then vanish away. We have no assurance of a continuous job or work, and hence 80% of our artists are in dire difficulty without any bank savings or regular work. When sudden disasters like flood, corona, etc. strike, we remain jobless, cashless, and even supportless. Most of our members stay in rented houses and do not have even a ration card of their own that entitles them to at least the uninterrupted supply of food materials. During this lockdown, serial artists were badly affected financially, physically, as well as mentally. Though none of our artists have been reported to be under depression, they are all in the borderline. The government has no provision for paying up for helping or supporting artists
other than a Kshemanidhi board, which has extended a very small help, which will not be of any good to the artists who are jobless for 3 or even more months and having a blank future ahead. ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ബാങ്ക് ലോൺ പോലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ സാമ്പത്തികം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ സുഗമമായ രീതിയിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അത് വെച്ചൊരു ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനോ ഞങ്ങൾക്കൊരു ഇടം നൽകുക എന്നുള്ളതാണ്. മുമ്പ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഞാനും ആ പോയിന്റ് പറയുന്നത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒരു അസോസിയേഷനിൽ നമ്മൾ ആത്മയിലെ ഒരു അംഗമാണ് ഞാൻ. ഒരു അസോസിയേഷന്റെ ലിമിറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു അസോസിയേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കുറച്ചുകൂടി വാർദ്ധക്യത്തിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു പ്രത്യേക തൊഴിലിടം സംഘടിപ്പിക്കുകയോ, അതായത് അസോസിയേഷൻ വഴിയോ ഗവൺമെന്റ് വഴിയോ ഒരു തൊഴിലിടം സൃഷ്ടിക്കപ്പെടുകയോ, അതിലൂടെ ചെറിയ വരുമാനമാണെങ്കിലും അത് കുറച്ചുപേർ കൂടിച്ചേർന്നിരുന്ന് ആ വരുമാന മാർഗം കണ്ടെത്താൻ ഒരു സ്രോതസ് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമായി തോന്നിയത് പ്രൈവറ്റ് ചാനൽസ്. ഞങ്ങളുടെ സീരിയലുകൾ എപ്പോഴും പ്രൈവറ്റ് ചാനൽസിലാണ് കൂടുതൽ വരുന്നത്. പ്രൈവറ്റ് ചാനൽസിൽ റേറ്റിംഗ് സംബന്ധിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് വളരെയധികം സ്ട്രെസ്സിലായിരിക്കും. അവർ ഡയറക്ടേഴ്സിന് സ്ട്രെസ് കൊടുക്കും. അപ്പൊ അങ്ങനെ സ്ട്രെസ് മൂലം പലപ്പോഴും ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്കോ എല്ലാവരും ഉൾപ്പെടുത്തി വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോ ഗവൺമെന്റ് ചാനലുകളായ ഇപ്പൊ ദൂരദർശൻ പോലെയുള്ള ചാനലുകളിൽ പ്രൊഡ്യൂസേഴ്സിനോ മറ്റോ ലോണൊക്കെ അനുവദിച്ച് റേറ്റിംഗ് എന്ന സംവിധാനത്തിനെ എടുത്തു മാറ്റിക്കൊണ്ട്, ഗവൺമെന്റ് ചാനൽസിൽ മാത്രമെങ്കിലും റേറ്റിംഗ് എന്ന സംവിധാനത്തിനെ മാറ്റിക്കൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്ന കലാകാരന്മാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊച്ചു കൊച്ചു പ്രൊജക്ടുകൾ ചെയ്യാൻ ഗവൺമെന്റ് അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഏത് തരത്തിലുള്ള പരാതികൾക്കും നിയമപരമായി ഇപ്പം ടെക്നീഷ്യൻസ് ആവട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ആർട്ടിസ്റ്റുകൾ ആവട്ടെ, എല്ലാവർക്കും ഒരുപോലെ ചെന്ന് പരാതി പറയാനും നിയമം സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇപ്പൊ അസോസിയേഷനിലാണ് ഞങ്ങൾ പരാതിപ്പെടുന്നത്. ചിലപ്പോൾ അസോസിയേഷന് എല്ലാ രീതിയിലും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഏത് സെക്ഷൻ ആണെങ്കിലും, പ്രൊഡ്യൂസർ ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും. പക്ഷെ ഒരു നിയമപരമായി നമുക്കും ഒരു പ്ലാറ്റ്ഫോം, എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടായാൽ ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്കുള്ളത് പോലെയൊക്കെ പ്രത്യേക സംഘടനകൾ ഉള്ളത് പോലെയൊക്കെ ഇപ്പൊ കുടുംബ കോടതി അങ്ങനെയുള്ള നിയമങ്ങൾ കിട്ടുന്ന തരത്തിൽ എന്ത് പരാതി പറഞ്ഞാലും അതിന് ന്യായമായ പരിഗണന കിട്ടുന്ന രീതിയിൽ ഒരു സംവിധാനം കിട്ടിയാൽ വളരെ ഉപകാരം ഉണ്ടാകണം. പോളിസി മേക്കിംഗ് ഉണ്ടാവണം. ഞങ്ങൾ കുറേ കാലങ്ങളായി പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സിനിമ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡിക്ലെയർഡ് ആണെങ്കിൽ പോലും അതിൻ്റെതായ ഒരു സേഫ്റ്റിയും അഷുറൻസും ഇവിടുത്തെ തൊഴിലാളികൾക്ക്, നേരത്തെ ഉമ സൂചിപ്പിച്ച പോലെ ഒരു തൊഴിലിടം, ജീവിക്കാൻ ആധാരമായ ഒരു തൊഴിലിടം എന്ന് പറയുന്ന സെക്യൂരിറ്റി ഇവിടുത്തെ ഒരു മേഖലയിലും പങ്കെടുക്കുന്ന തൊഴിലാളികൾക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു പോളിസി മേക്കിങ്ങും അതിന് ആധാരമാകുന്ന തൊഴിൽ നിയമങ്ങളും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങളെപ്പോലെ കുറച്ചു പേർക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അതുവഴി വരുന്നത് എന്താ വെച്ചാൽ ഒരു പരിപൂർണമായ അക്കൗണ്ടിങ് സിസ്റ്റം വരും. നമ്മൾ ഈ പറയുന്ന താരങ്ങളുടെ മൂല്യം കുറയ്ക്കണം, അവരുടെ പേയ്മെന്റ് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നിടത്തിന് പകരം ഒരു പരിപൂർണമായ അക്കൗണ്ടിങ് വരുമ്പോൾ, ഇതൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ബ്ലാക്ക് മണിയുടെ ഒരു റണ്ണിങ് ഇതിനകത്ത് കുറയും. 1000 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നു അക്കൗണ്ട് ബേസിലാകുമ്പോഴേക്കും അത് സർക്കാരിന് ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സായി മാറും. 100 രൂപ വാങ്ങുന്ന ഒരാളും അത് അക്കൗണ്ടിങ് ബേസിസിലാകുമ്പോൾ ആ 100 രൂപ ആ തൊഴിലാളിയുടെ കയ്യിൽ കിട്ടി എന്നൊരു ഉറപ്പ് നമുക്ക് വരുത്താനാകും. അത്തരത്തിലൊരു ഏകീകരിക്കപ്പെടുന്ന ഒരുപാട് നിയമങ്ങളുടെ പിൻബലം ഉണ്ടാവേണ്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. ഈ ഒരു തൊഴിൽ മേഖലയ്ക്ക് എപ്പോഴും അതിന്റെ ഒരു പേരന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സിനിമ തന്നെ ആയതുകൊണ്ട് സിനിമയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് തന്നെയാണ് മിനി സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. അവിടെ അത്രയും മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടൊരു സിസ്റ്റം നിൽക്കുമ്പോൾ സ്ത്രീകളുടെ ലിംഗ പദവി, സ്ത്രീക്ക് നേരെയുള്ള ബഹുമാനം, സ്ത്രീക്ക് നേരെയുള്ള തിരസ്കരണം, ഇതൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചൂഷണങ്ങൾ ഏറ്റവും അധികം നിലനിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിനെനിക്കുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാവണം. അപ്പോഴാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്കും സ്ത്രീ താരങ്ങൾക്കും മൂല്യം ഉണ്ടാവുന്നുള്ളൂ, അവരെ കാണാൻ ജനം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ള കഥകൾക്കും സിനിമകൾക്കും സ്ത്രീ സംവിധായകരെ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അത്തരം കഥകൾക്കും കണ്ടന്റുകൾക്കും സിനിമകൾക്കും നമുക്കിവിടെ ഗ്രാന്റുകൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം സിനിമയ്ക്ക് സ്പെഷ്യൽ അവാർഡുകൾ കൊടുക്കാൻ പറ്റും.
അതിനുള്ള ഒരു നേരത്തെ ജീവ സൂചിപ്പിച്ച പോലെ അങ്ങനെയുള്ള സിനിമകൾക്ക് ഉണ്ടാകുന്ന ഫെസ്റ്റിവൽ ആപ്ലിക്കേഷൻ ഫീല് കൺസെഷൻ കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ടോട്ടൽ ഡിസ്കൗണ്ട് ഓർ കൺസെഷൻ റേറ്റിലേക്ക് അത്തരം ആപ്ലിക്കേഷനുകൾ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു സ്ത്രീ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു സാംസ്കാരിക മണ്ഡലമാണ് തീർച്ചയായിട്ടും എല്ലാ കലാമണ്ഡലം, കഥകളി ഉൾപ്പെടെ ഡാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുമ്പോഴും തിരസ്കരണത്തിന്റെയും രണ്ടാം ലിംഗമായി തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അത് ആ ജെൻഡർ ബയസ്ഡ് ഇഷ്യൂസ് ഏറ്റവും സ്ട്രെസ് ചെയ്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഒറ്റവാക്കിൽ പറയട്ടെ സർ, ഇവിടുത്തെ നാടക കലാകാരന്മാരും കഥാപ്രസംഗക്കാരും തെയ്യക്കാരും ചെണ്ടക്കാരും സർവ്വപേരും നിത്യ ദുരിതത്തിലാണ്. കാരണം മാർച്ച് മാസം 10-ാം തീയതിയാണ് പ്രോഗ്രാം മുഴുവൻ നിർത്തുന്നത്. എല്ലാവർക്കും 10, 40, 50 പ്രോഗ്രാം വീതം ബുക്ക് ചെയ്തിരുന്നതാണ്. എന്തെങ്കിലും ഒരു നാടകക്കാർക്ക് അവര് 10-15 ലക്ഷം രൂപ ചെലവാക്കി നാടക ട്രൂപ്പ് ഇറക്കുന്നവന് ഏതാണ്ട് 10-15 ലക്ഷം രൂപ ചെലവാക്കി ഇറക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുന്ന മുഴുവൻ ഈ മാർച്ച് മാസത്തിന് ശേഷമാണ്. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. കഥാപ്രസംഗക്കാർക്ക്, പിന്നെ എല്ലാ നൃത്തക്കാർക്ക്, എല്ലാവർക്കും. അങ്ങനെ ഈ വർഷം ആ നഷ്ടം ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം പ്രളയമായിരുന്നു, അതിന്റെ മുമ്പത്തെ വർഷം നിപ്പ ആയിരുന്നു. ഇങ്ങനെ ഓരോ കാലങ്ങൾ വന്ന് കലാകാരൻ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് പട്ടിണിയും പരിവട്ടുമാണ്. ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാര്യമാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് 2 മാസത്തേക്ക് 2000 രൂപ വീതം എല്ലാ കലാകാരന്മാർക്കും കൊടുത്തു. 50,000-ഓളം കലാകാരന്മാർക്കാണ് കൊടുത്തത്. അതിൽ നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ 2500 കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ സംഗീത നാടക അക്കാദമിയിൽ ഞാനൊരു മെമ്പറാണ്. അവിടെ 2200 പേർക്ക് കൊടുക്കുന്നു. ബാക്കി ഏകദേശം 45,000-ഓളം പേരും വെളിയിൽ നിന്ന് ഇതൊന്നും കിട്ടാത്ത കലാകാരന്മാർ. ഇന്നത്തെ സ്കൂളിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാല് സ്കൂളിൽ പഠിക്കുന്ന ഒരൊറ്റ കുട്ടികൾക്ക് നാടകം അവർ കണ്ടിട്ടില്ല. നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോ എത്ര നാടകങ്ങളിൽ അഭിനയിക്കുകയും സ്വയം എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ ടാലന്റിനെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി നാടകം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ എന്റെ അമ്മയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ടുവരും. അവർക്ക് എന്താണ് നാടകം, എങ്ങനെയാണ് നാടകം, ഇതെങ്ങനെ എഴുതി, എങ്ങനെ ഒരു കുട്ടി എങ്ങനെ സംഘടിപ്പിച്ച് എങ്ങനെ സ്റ്റേജിൽ എത്തിക്കുന്ന പല പല ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ട്. അപ്പൊ ഈ സ്കൂളുകളിലും കോളേജുകളിലും അവർക്ക് പാഠ്യവിഷയങ്ങളായ സബ്ജക്റ്റ് ഞങ്ങൾക്ക് നാടകമാക്കിയിട്ട് അത് അവതരിപ്പിക്കാനുള്ള ഒരു തൊഴിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റു തൊഴിൽ മേഖലകളൊക്കെ പലരും പല മേഖലകളിലേക്ക് കടന്നിട്ടുണ്ട്. ജീവിതം എന്ന് പറയുന്നത്, പട്ടിണി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് സാർ. അപ്പൊ ആ പട്ടിണിയുടെ മുന്നിൽ പിന്നെ കലാകാരൻ എന്നുള്ള ആ കുപ്പായം അവർ ഊരി വെച്ചു. അവരുടെ ആത്മാവിന്റെ കുപ്പായമാണ് ഊരി വെച്ചിട്ട് അവർ മറ്റു തൊഴിലുകൾ തേടി പോയിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ വേറൊരു സത്യസന്ധമായ ഒരു രീതിയാണത്. പക്ഷെ ഇങ്ങനെ അവർക്ക് അറിയപ്പെടുന്ന, അവർക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണം എല്ലാ സ്കൂളുകളിലും കോളേജിലും. അപ്പോഴാണ് ഇപ്പൊ ഈ സ്കൂളുകളിലും കോളേജിലും കുട്ടികൾ പോകുന്നില്ല. അപ്പൊ ക്ലാസ്സുകൾ പോലും ഓൺലൈനായി. അപ്പൊ ഏതോ ഒരു ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കലാകാരനെ സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് അറിഞ്ഞുണ്ട്. ഇവരൊക്കെ കല കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും ഇവർ തൊഴിലാളികളായിട്ടില്ല. ഇവരാരും തൊഴിലാളികളല്ല. ഇവർക്കൊരു ലേബർ കാർഡില്ല, ഒരു ഇൻഷുറൻസ് പരിരക്ഷയില്ല. ഞങ്ങളൊക്കെ ഞങ്ങൾ 1 വർഷത്തേക്കാണ് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. കോൺട്രാക്ട് ബേസ് ആണ്. ഈ 1 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഉടമയ്ക്ക്, അതായത് ഒരു ട്രൂപ്പ് ഉടമയ്ക്ക് ഒരു 10-15 പേര് വരുന്നവരെ കൊണ്ടുവിട്ട് ഒരു ഇൻഷുർ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് വന്നത്. ഹൃദയത്തെ തൊട്ട് പറഞ്ഞ പല നിർദ്ദേശങ്ങൾ. എനിക്കിതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എന്റെ ധാരണ, ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് കലാരംഗത്ത് കോവിഡാനന്തര ഭാരതത്തിൽ കലാകാരന്മാർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. എങ്കിലും എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ഈ സിനിമ പോലുള്ള രംഗത്തുള്ള കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണ്. അവർക്ക് they can manage themselves എന്നൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഈ അഭിനയം പോലെ തന്നെ ജീവിതത്തിലും സന്തോഷം അഭിനയിക്കേണ്ടി വരുന്നു. പണമില്ലാത്തപ്പോൾ പണമുണ്ട് എന്ന് അഭിനയിക്കേണ്ടി വരുന്നു. ദുഃഖമുള്ളപ്പോൾ ദുഃഖമില്ല എന്ന് അഭിനയിക്കേണ്ടി വരുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ പറഞ്ഞത് ജീവിത പ്രശ്നങ്ങളാണ്. ഇതൊന്നും ഫയലിൽ ഉറങ്ങേണ്ടതല്ല. ഫയലിനുള്ളിൽ ഉറങ്ങേണ്ട പ്രശ്നങ്ങളല്ല.
ജീവിത പ്രശ്നങ്ങൾ മനുഷ്യത്വപരമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ചർച്ച വളരെ നീണ്ടുപോയിട്ടും ക്ഷമയോടെ അവസാനം വരെ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച എല്ലാ കലാപ്രമുഖർക്കും, തിരക്ക് കാരണം ഇടയ്ക്ക് 2-3 പേര് പോയി, അവർക്കും ബഹുമാനവും സ്നേഹവും സമർപ്പിച്ച് നന്ദി പറയുന്നു. വളരെ വിലയേറിയ പല ആശയങ്ങളും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അവയെല്ലാം പൂർത്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു.